വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെയാണ്. സ്വാഗത പ്രസംഗം അങ്ങനെ നീണ്ടുപോവുകയാണ്. കാരണം എത്ര പേരെയാണ് സ്വാഗതം ആശംസിക്കാനുള്ളത്. കാരണം ഇത്ര മനോഹരമായി ഈ പരിപാടി ഈ 4-5 ദിവസം കൊണ്ടുപോയതിൽ ഓരോരുത്തർക്കും അതിൽ വലിയൊരു പങ്കുണ്ട് അല്ലെ. വളരെ സമാധാനപൂർണ്ണമായി നിയന്ത്രണങ്ങളൊക്കെ പാലിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇത്രയും ദിവസം വലിയൊരു ക്രൗഡ് തന്നെ വരുന്ന സ്ഥലമാണ്. എപ്പോൾ വേണമെങ്കിലും ഒന്ന് പാളിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അതൊന്നും ഇല്ലാതെ, പരാതികളില്ലാതെ ഈ ദിവസം വരെ വന്നതിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് അല്ലെ. വലിയ കരഘോഷങ്ങളൊക്കെ ഉണ്ട്. പ്രധാന വേദിയിൽ ഇപ്പോൾ വലിയ ആരവം ഉയരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് അലിയെയും ടൊവിനോ തോമസിനെയും ഇപ്പം സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ ആരവമാണ് ഇപ്പോൾ പ്രധാന വേദിയിൽ ഉയർന്നു കേൾക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു എന്താണ് പറയുക, മഹനീയമായ ഒരു വേദിയിൽ വെച്ച് സ്വർണ്ണക്കപ്പ് ഉയർത്തുക, സമ്മാനങ്ങൾ വാങ്ങുക എന്നത് കുട്ടികൾക്ക് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ ആ സമാപന സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ സമ്മാനങ്ങളൊക്കെ വാങ്ങേണ്ടതിന്റെ ആ ഘട്ടത്തിലേക്ക് കടക്കുകയാണിത്. ആസിഫ് അലിയെയും ഒപ്പം ടൊവിനോ തോമസിനും സ്വാഗതം. അതാ വലിയ ആരവം വീണ്ടും വീണ്ടും ഉയർന്നു കേൾക്കാം നിള എന്ന പ്രധാന വേദിയിൽ നിന്നും. അങ്ങനെ ചീഫ് സെക്രട്ടറി കൂടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണാം. കൊച്ചുകുട്ടികൾ. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം പറയട്ടെ, നമ്മൾ 24ന്റെ ഡിജിറ്റൽ ടീം ഒരു സർവേ നടത്തിയിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ മമ്മൂട്ടി ഇത്തവണ ഏത് ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും വരിക എന്ന് കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു. അതുപോലെ മമ്മൂട്ടി വെള്ള ഷർട്ട് മുണ്ടിട്ട് വന്നു. അത് പിന്തുടർന്ന് ഇത്തവണ ടൊവിനോ തോമസ് ഏത് ഡ്രസ്സിലായിരിക്കും ഈ സമാപന സമ്മേളനത്തിൽ വരിക എന്ന് നമ്മുടെ സർവേ നടത്തിയിരുന്നു. അപ്പൊ പിള്ളേരെല്ലാം പറഞ്ഞു ബ്ലാക്ക് ഷർട്ടും വെള്ള മുണ്ടുമായിരിക്കും. എന്താ കളർ നോക്കിയേ, സെയിം ബ്ലാക്ക് ഷർട്ടും വെള്ള മുണ്ടും ധരിച്ചാണ് ടൊവിനോ തോമസ് എത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അല്ല, പറഞ്ഞതെല്ലാവരും ബ്ലാക്ക് ടോപ്പ് വെള്ള മുണ്ട്, അതുപോലെ ബ്ലാക്ക് ടോപ്പും വെള്ള മുണ്ട് ഉടുത്താണ് ടൊവിനോ തോമസ് എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇത്തവണത്തെ സർവേയിലും 24 അതിൽ എന്താണ് പറയാ 24ന്റെ സർവേ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയാം. അതെ, അപ്പൊ വളരെ ഗൗരവമേറിയ ഒരു രീതിയിലാണ് സ്വാഗത പ്രസംഗം പോവുക സ്വാഭാവികമായിട്ടും. എന്നിട്ട് പോലും എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ. അവരുടെ ഇഷ്ടതാരങ്ങൾ സംസാരിക്കുന്ന കേൾക്കണം. അതുപോലെ മന്ത്രി ഇത്തവണത്തെ ഈ ഒരു കലോത്സവ മികവിനെ കുറിച്ച് അതെങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റി, അതിന്റെ വെല്ലുവിളികൾ, അതിനെ കുറിച്ചൊക്കെ പറയും. ഇതൊക്കെ കേൾക്കാൻ കലോത്സവ നഗരിയിൽ എല്ലാ പ്രസംഗങ്ങളും തന്നെ വലിയൊരു അനൗൺസ്മെന്റിന് നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അടുത്ത വർഷത്തെ കലോത്സവം അത് എവിടെയാണെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മത്സരം അത് ഏത് നഗരത്തിൽ വെച്ചാണ്, ഏത് ജില്ലയിൽ വെച്ചാണെന്ന് ഏറെ ആകാംക്ഷയോടെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. തിരുവനന്തപുരക്കാര് അവസാന 2 ദിവസങ്ങളിൽ കലാമേളയെ ഹൃദ്യമായി വരവേറ്റു. ഒരു ഗസ് ഉണ്ടോ എവിടെയായിരിക്കും അടുത്ത വർഷത്തെ കലോത്സവം? ഇല്ല, ഒരു ഗസ് പറയാൻ പറ്റില്ല. എറണാകുളത്താകട്ടെ, കാരണം നമ്മുടെ ജില്ലയിൽ വരട്ടെ. ഇത് കണ്ണൂർ ജില്ലക്കാരനാണ്, ഇത് കോട്ടയം ജില്ലക്കാരിയാണ്. അവസാന ഭാഗത്തായിരിക്കും ആ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുക. എനിക്ക് തോന്നി കഴിഞ്ഞ 5 ദിനരാത്രങ്ങൾ എന്ന് പറയാം, കൃത്യമായി 5 ദിനരാത്രങ്ങൾ അവിടെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ വർഷം കണ്ട് മറന്ന സൗഹൃദങ്ങൾ ഇത്തവണ അത് ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന കാഴ്ച കണ്ടു. അങ്ങനെ സൗഹൃദങ്ങളുടെ സംഗമ വേദി കൂടിയായി കലോത്സവ വേദികൾ മാറുന്നുണ്ട്, കലോത്സവ നഗരി മാറുന്നുണ്ട്. കലയുടെ സംഗമ വേദിയാണ്. അങ്ങനെ പലതരത്തില് സംസ്കാരത്തിന്റെ സംഗമവേദി, അങ്ങനെ എല്ലാം കൂടെ സംഗമിക്കുന്ന ഒരുപാട് കലാരൂപങ്ങളെ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഇതുപോലൊരിടം വേറെ ഇല്ല, ലോകത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഞാൻ കുറെ സുഹൃത്തുക്കളെ, പഴയ ചാനലുകളിലെ സുഹൃത്തുക്കളെ ഒക്കെ തന്നെ കണ്ടു. അതിന് സന്തോഷമുണ്ട്.